ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രഷറിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. കോൺസെൻട്രേഷന്റെ ഇൻവോൾവ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. പ്രഷറിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നും കൂടെ ഒന്ന് നോക്കാമേ. പ്രഷറിന്റെ ഇൻവോൾവ്മെന്റ് പറയാനായിട്ട് ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നോക്കൂ, എ എന്ന് പറയുന്ന ഒരു ഗ്യാഷ്യസ് കമ്പോണന്റ്, ബി എന്ന് പറയുന്ന ഒരു ഗ്യാഷ്യസ് കമ്പോണന്റ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഗ്യാഷ്യസ് കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇതിൽ പ്രഷറിന്റെ ഇഫക്റ്റും അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ യൂസിങ് പ്രഷർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പൊ ഞാൻ പറയും, നോക്കൂ, ഇനീഷ്യൽ പ്രഷർ ഞാനൊന്ന് ഡിറൈവ് ചെയ്യാണ് എക്സ്പ്രഷനിലേക്ക്. ഇനീഷ്യൽ എയുടെ പ്രഷറിന് നമുക്ക് P0 എന്ന് വിളിച്ചു അല്ലെ. നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ R0 എന്ന് വിളിക്കുന്ന പോലെ ഇനീഷ്യൽ പ്രഷർ നമ്മൾ P0, പ്രൊഡക്റ്റ് അല്ല കേട്ടോ, പ്രഷർ ആണ് പി എ. ആ ഇനീഷ്യലി അപ്പൊ ബിയും സിയും അവിടെ ഉണ്ടായിരിക്കില്ല. റെഡി? ഇനി റിയാക്ഷൻ നടന്ന് കഴിയുന്ന സമയത്ത് ഇവിടുന്ന് ഒരു XATM പ്രഷർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എയുടെ ഒരു എക്സ് മോഡ് അല്ലെങ്കിൽ XATM കറസ്പോണ്ടിങ് എയുടെ പ്രഷർ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. എയിൽ നിന്നും കുറച്ച് റിയാക്ട് ചെയ്യും, ബിയിൽ അത് ഉണ്ടായിരിക്കും, സിയിലും അത് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം അല്ലെ, എയിൽ നിന്നും റിയാക്ട് ചെയ്ത് ബിയിലും സിയിലും ഫോം ചെയ്യും ആണല്ലോ. എയിൽ നിന്നും XATM റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോഷിയോമെട്രി പ്രകാരം ബിയിൽ XATM ഉണ്ടാവും, സിയിലും XATM ഫോം ചെയ്യും. അപ്പോ അതാണ് ഞാൻ ഇനി പറയുന്നത്. ടൈം ടി ഈക്വൽ ടു വേറൊരു ടൈം, നോട്ട് ഈക്വൽ ടു ഇനീഷ്യൽ അല്ല, വേറൊരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കൺസിഡർ ചെയ്യണം വേറൊരു ടൈമിൽ. അപ്പൊ നമ്മള് യൂഷ്വലി നമ്മുടെ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു വന്നിരുന്നത്, K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ഓഫ് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ഡിവൈഡഡ് ബൈ R. R എന്ന് പറയുന്നത് എന്താ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് ടി ടൈം. അപ്പൊ ഞാൻ ഇനീഷ്യൽ പ്രഷറിന്റെ ടേംസിലേക്കാണ് എഴുതുന്നത്. ഇനീഷ്യൽ പ്രഷർ 0, P0 ഇവിടെ എയുടെ P0, B 0, ബിയും സിയും 0, തുടക്കമില്ല. ഇനി ടൈം ടി, ടൈം എന്ന് പറയുന്നത് ഞാനൊരു ടി ടൈം കൊടുത്തു, ടി ടൈം അഥവാ ഞാൻ എൻ്റെ എക്സ്പെരിമെന്റ് പറയുന്ന ടൈം. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ട്രെൻഡ് എങ്ങനെയാ വരിക, 2.303 ബൈ ടി ഓഫ് ലോഗ് ഇനീഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ ഫൈനൽ പാർഷ്യൽ പ്രഷർ ആയിരിക്കും റിയാക്ടന്റിന്റെ. ഇത് റിയാക്ടിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. സിമിലർലി റിയാക്ടിന് ഇനീഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ ഫൈനൽ പ്രഷർ. അപ്പൊ ഇനീഷ്യൽ പ്രഷർ P0 ആണ്, ഫൈനൽ എന്താണെന്ന് നോക്കണം, ടി ടൈമിലുള്ള പ്രഷർ എന്താണെന്ന് നോക്കണം. അപ്പൊ ഒരു XATM എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. ആര്, XATM P0 ATM ആദ്യം ഉണ്ടായിരുന്നു, അതിനൊരു XATM എ റിയാക്ട് ചെയ്തു എങ്കിൽ ബി XATM ഉണ്ടായിരിക്കും, സിയും XATM ഉണ്ടായിരിക്കും. അപ്പൊ എ ബാക്കി എത്ര ഉണ്ടാവുക, പണ്ട് P0 ഉണ്ടായിരുന്നു, അതിനൊരു XATM പോയി, അപ്പൊ ബാക്കി വരുന്നത് ടി ടൈം ആയിരിക്കുമ്പോൾ ബാക്കി ഉണ്ടാവുക P0 മൈനസ് എക്സ്. ബി എത്ര ഉണ്ടായിരിക്കും, XATM ഉണ്ടായിരിക്കും, കാരണം XATM രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും, പണ്ടൊന്നുമില്ല, ഇപ്പൊ XATM രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും, സിയും XATM രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും. റെഡി? സോ ടോട്ടൽ പ്രഷർ എത്രയാണ് വരുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോ ടി ടൈമിലുള്ള എയുടെ പ്രഷർ, ടി ടൈമിലുള്ള ബിയുടെ പ്രഷർ, ടി ടൈമിലുള്ള സിയുടെ പ്രഷർ ആണല്ലോ. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P0 മൈനസ് എക്സ്, എയുടെ പ്രഷർ പ്ലസ് ബിയുടെ പ്രഷർ പ്ലസ് സിയുടെ പ്രഷർ. റെഡി? ഇതും ക്യാൻസൽ ആയിട്ട് ടോട്ടൽ പ്രഷർ എന്താ വരുന്നുണ്ടാവുക, P0 മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോട്ടൽ പ്രഷറും കിട്ടും. റെഡി? അപ്പോ P0 മൈനസ് എക്സ് അല്ല, P0 പ്ലസ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ആരെയും കിട്ടുന്നുണ്ടായിരിക്കും, ടോട്ടൽ പ്രഷറും കിട്ടുന്നുണ്ടായിരിക്കും. റെഡി ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് പറയാൻ പറ്റും, ടോട്ടൽ പ്രഷർ മൈനസ് P0. എക്സ് എന്ന് പറയുന്ന ടോട്ടൽ പ്രഷർ മൈനസ് P0. ഓക്കെ, അപ്പൊ ഞാൻ കെയുടെ എക്സ്പ്രഷൻ കാണിക്കുകയാണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് P0 എന്ന് കിട്ടി. ദെൻ വാട്ട് ഈസ് P0 മൈനസ് എക്സ്? നമുക്കിവിടെ കൊടുക്കേണ്ട എന്താണ്, ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ, അതാരാ, P0 ഡിവൈഡഡ് ബൈ ഫൈനൽ അഥവാ ടി ടൈമിലുള്ള എയുടെ പാർഷ്യൽ പ്രഷർ. ടി ടൈമിലുള്ള എയുടെ പാർഷ്യൽ പ്രഷർ ആണ് P0 മൈനസ് എക്സ്. പക്ഷെ എക്സ് എന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അത് ടോട്ടൽ ടേംസിലേക്ക് കണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എക്സിന് ഞാൻ ടോട്ടൽ ടേംസിലേക്ക് എടുത്തിട്ടുണ്ട്. സോ ഇതും കൂടെ കൊടുത്താൽ മതി. ഇതാണ് എവിടെ കൊടുക്കേണ്ടത്, ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ന്യൂമറേറ്ററിൽ ഓൾറെഡി P0 ആണ്. എഗ്രീഡ്? സോ എക്സും കൂടെ ഞാൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്, ഫൈനൽ അഥവാ ടി ടൈമിലെ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്, പ്രഷർ ഓഫ് എ അറ്റ് ടി ടൈം എന്ന് പറയുന്നത്, പറയൂ, P0 മൈനസ് എക്സ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. എക്സിന് പകരം നമുക്ക് ഇതും കൊടുക്കാം അല്ലേ. സോ P0 മൈനസ് ഓഫ് PT മൈനസ് P0. ഓക്കെ, ആ മൈനസ് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ
സേ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പ്ലസ് P0 എന്നാവും. അപ്പൊ 2 P0 എന്ന് കിട്ടും. 2 P0 മൈനസ് PT എന്നായിരിക്കും എന്ത് ഫൈനൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് എ ഗീവ്സ് ബി പ്ലസ് സി ആണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? 2.303 ഡിവൈഡ് ബൈ ടി ഓഫ് ലോഗ് P0 ആയിട്ടിരിക്കട്ടെ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ അറ്റ് ടി ടൈം. പ്രഷർ അറ്റ് ടി ടൈം അതാണ് നമ്മൾ കണ്ടല്ലേ. പ്രഷർ അറ്റ് ടി ടൈം ഇത് സ്മോൾ ടി ആണ്, ഇത് ക്യാപിറ്റൽ ടി ആണ്, ഇത് സ്റ്റാൻഡ് ചെയ്യുന്നത് ടോട്ടലിനെയാണ് കേട്ടോ. അപ്പൊ എന്താ വരുന്നുണ്ടാവുക? 2B0 മൈനസ് പി ടോട്ടൽ. ഓക്കെ, ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു സെക്ഷനും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്യാസസ് റിയാക്ടന്റ് ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് എന്തിലേക്ക് വേണേൽ പറയാൻ പറ്റും? പ്രഷറിന്റെ ടേംസിലേക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ NCERT ചെയ്യുന്നുണ്ട്. നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഡീകമ്പോസിഷൻ ഓഫ് N2O5 ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. അഥവാ ടൈം സെക്കൻഡിൽ തന്നിട്ടുണ്ട്. 0 സെക്കൻഡ് അഥവാ തുടക്കം അപ്പോഴുള്ള ആ റിയാക്ഷന്റെ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 0.5 ATM പറയുന്നത് കേട്ടോ. ഇനി 100 സെക്കൻഡ് ആകുന്ന സമയത്ത് അത് 0.512 ആണ്. ഓക്കെ, എങ്കിൽ നിങ്ങളോട് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഈ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നുള്ളതാണ്. കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഏത് തന്നെ റിയാക്ഷൻ ആയാലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് K is equal to 2.303 ഡിവൈഡഡ് ബൈ ടി ഓഫ് ലോഗിന്റെ അകത്ത് ഇനീഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ ഓഫ് ദാറ്റ് റിയാക്ടന്റ്. ഫൈനൽ പ്രഷർ ഓഫ് ദാറ്റ് റിയാക്ടന്റ്. റെഡി? ഫൈനൽ പ്രഷർ മീൻസ് ദ പ്രഷർ അറ്റ് ടി ടൈം. ഓക്കെ, the ടി ടൈം ഈസ് ക്വസ്റ്റ്യനിലുണ്ട് 100 സെക്കൻഡ്. ഇനീഷ്യലോ 0 സെക്കൻഡ്. ഇനീഷ്യലുള്ള പ്രഷർ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, അത് ഇനി മാറാൻ പോകുന്നില്ല 0.5. ഓക്കെ, അപ്പൊ ടി ടൈമിലുള്ള പ്രഷറും കൂടെ നമ്മൾ അതിലേക്ക് മറ്റതിന്റെ ടേംസിൽ N2O5 ടേംസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം. റെഡി? അപ്പൊ ടി ടൈംസിലുള്ള പ്രഷറും കൂടെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം. റെഡി ആണോ? അപ്പോ ചോദ്യം ടി ടൈംസിലുള്ള പ്രഷർ അല്ലേ, 100 സെക്കൻഡിലുള്ള പ്രഷർ അല്ലേ 0.512 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 0.5 0.512 കൊടുത്താൽ ഞാൻ ആൻസർ കിട്ടുമല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഈ PT എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദാറ്റ് റിയാക്ടന്റ് അറ്റ് ടി ടൈം ആണ്. പക്ഷേ ഈ പ്രഷർ എന്താണ്? ഇത് ടോട്ടൽ പ്രഷർ, അതിലുള്ള എല്ലാ ആളുകളുടെയും കൂടെ പ്രഷറാണ് ടി ടൈമിലുള്ള. രണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മളെ N2O5 എന്ന് പറയുന്ന റിയാക്ടന്റെ ടി ടൈമിലുള്ള പ്രഷർ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ ഒന്ന് എടുക്കുകയാണ്. ഏതാണ്? N2O5 gives say 4NO2 plus O2. റെഡി? ഇതാണല്ലോ N2O5 ഡീകമ്പോസിഷൻ. എഗ്രീഡ്? നോക്കണേ. സേ ടൈം ഇനീഷ്യൽ ടൈമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇനീഷ്യലി ഉള്ള പ്രഷർ 0 ആയിരിക്കുമ്പോൾ, ടൈം 0 ആയിരിക്കുമ്പോൾ പ്രഷർ എന്താണ്? 0.5 ATM ആണ്. ടൈം 0 ആയിരിക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ ആരേ ഉള്ളൂ? N2O5 ഉള്ളൂ. ഇനി ടൈം 100 സെക്കൻഡ് ആവുന്ന സമയത്ത് പൂർണ്ണമായും റിയാക്ഷൻ കഴിഞ്ഞെന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2O5 ഉണ്ടായിരിക്കില്ല. N2O5 ഫുള്ളായി തീർന്നുണ്ടാവും. കഴിഞ്ഞെന്ന് പറയുന്നില്ല. അതുകൊണ്ട് അപ്പോൾ 100 സെക്കൻഡിൽ ആരൊക്കെ എക്സ്പെക്ട് ചെയ്യണം? N2O5 എക്സ്പെക്ട് ചെയ്യണം, NO2 എക്സ്പെക്ട് ചെയ്യണം, O2 എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ എന്തായാലും ടൈം T ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അതിൽ N2O5 മാത്രമേ ഉള്ളൂ. ആ T ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. ആ ടോട്ടൽ പ്രഷർ അപ്പൊ അത് ആര് തന്നെയാണ്? N2O5 തന്നെ ഉള്ളൂ. കാരണം ടി ടൈം 0 സെക്കൻഡിൽ ഉണ്ടാവുന്ന ആ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരു വ്യക്തി മാത്രം ഉണ്ടാക്കുന്ന പ്രഷറാണ്. അതാരാണ്? N2O5 തന്നെയാണ്. കാരണം ഇനിഷ്യലി അത് മാത്രമേ ഉള്ളൂ. ഇനി ടൈം 100 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 0.512. അത് ആരൊക്കെ ചേർന്നുണ്ടാക്കിയതാ? N2O5, NO2, O2 ചേർന്നുണ്ടാക്കിയതാ. അതിൽ ആരുടേത് മാത്രം മതി? N2O5 മാത്രം മതി. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ആ ടോട്ടൽ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, സോ ഇനീഷ്യൽ ടൈമിൽ N2O5 പ്രഷർ എത്രയാണ്? 0.5 ATM ആണ്. ആ സമയം ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. റെഡി? ഇനി ഇതിന്റെ സ്റ്റോഷിയോമെട്രി നോക്കൂ. ഇവിടുന്ന് 2x ATM സ്റ്റോഷിയോമെട്രി നോക്കാം. സപ്പോസ് ഇവിടെ നിന്നും ഒരു 2x ATM റിയാക്ട് ചെയ്താൽ ഇവിടെ 4x ATM ഉണ്ടാവും, ഇവിടെ x ATM ഉണ്ടാവും. അതാണ് അതിന്റെ സ്റ്റോഷിയോമെട്രി. സോ ടൈം ഞാൻ ഇനി എടുക്കുന്ന ടൈം ടി എന്ന് പറയുന്ന ടൈമിൽ 0.5 നിന്നും ഒരു 2x ATM റിയാക്ട് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഒന്നുമില്ലായിരുന്നു, അതിലേക്ക് ഒരു 4x ATM വന്നു. ഇവിടെയും ഒന്നുമില്ലായിരുന്നു, അതിലേക്ക് ഒരു x ATM വന്നു. അപ്പൊ ഞാൻ ഈ ടി ടൈമിലുള്ള ടോട്ടൽ പ്രഷർ ഒന്ന് കണ്ടോട്ടെ. ടോട്ടൽ പ്രഷർ അതെന്റെ ക്വസ്റ്റ്യനിലുണ്ട്. ടോട്ടൽ പ്രഷറിന്റെ ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? ടൈം ടി ഈക്വൽ 100 സെക്കൻഡിലെ ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് 0.512. അപ്പൊ അത് ഞാൻ കാണാണ്. ടോട്ടൽ പ്രഷർ ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. എന്ത്? 0.5 മൈനസ് 2x പ്ലസ്
ഫോർ എക്സ് പ്ലസ് എക്സ്. ഇതല്ലേ ഓരോ ആളുകളുടെയും 100 സെക്കൻഡ് അല്ലെങ്കിൽ ടി ടൈമിലുള്ള പ്രഷർ. അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ കിട്ടി. അത് വാല്യൂ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇയാളുടെ N2O5ന്റെ 100 സെക്കൻഡിലുള്ള പ്രഷറാണ് വേണ്ടത്. ഇതാണ് N2O5ന്റെ 100 സെക്കൻഡിലുള്ള പ്രഷർ. അതിനെയാണ് ഞാൻ പി സ്മോൾ ടി എന്ന് കൊടുത്തു. സിംപ്ലി വേണമെങ്കിൽ പി N2O5 എന്ന് കൊടുത്തു. പി N2O5 റെഡി. അതാ 0.5 മൈനസ് 2x എന്താന്ന് കിട്ടണം. അതിന് ആദ്യം എക്സ് എന്താണ്, ആ എക്സ് എന്താന്ന് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. സോ നോക്കൂ, ഈ 2xും 4xും കട്ട് ചെയ്ത് ബാക്കിയുടെ 2x ഉണ്ട്. ആ 2xും എക്സും കൂടെ ചേർത്ത് എന്തായി മാറി, 3x ആയി മാറി. അപ്പൊ 0.5 മൈനസ് 3x റെഡി. സോറി, മൈനസ് അല്ല, പ്ലസ് 3x ഈക്വൽ ടു 0.512 എന്നായി. ഓക്കെ, സോ 3x ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, 0.512 മൈനസ് 0.5 എന്നായി. ഓക്കെ, ദെൻ x ഇസ് ഈക്വൽ ടു 0.512 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടുന്നുണ്ട്, 3 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 0.512 നിന്ന് 0.5 കുറക്കുന്ന സമയത്ത് 0.012 എന്ന് കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ 3. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 എന്നുണ്ടായിരിക്കും. സോ വരുന്നത് 0.04 ATM ആണ് ആര്, എക്സ്. പക്ഷെ ആ എക്സ് അല്ല നമുക്ക് ആവശ്യം, നമുക്ക് ടി ടൈമിലുള്ള N2O5ന്റെ പ്രശ്നമാണ് ആവശ്യം. അഥവാ 0.5 മൈനസ് എക്സ് ആണ് ആവശ്യം. പി N2O5 എന്ന് പറയുന്നത് ആരാണ്, 0.5 മൈനസ് എക്സ് അല്ല 2x. ഓക്കെ, അതായത് 0.5 മൈനസ് 2 ഇൻറ്റു 0.04. ഓക്കെ, ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.476 ATM എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിൽ അങ്ങ് കൊടുത്താൽ മതി. ഇപ്പൊ എന്തും കിട്ടി, പി N2O5 കിട്ടി, P0 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മളെ കയ്യിലുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2.303 ഡിവൈഡ് ബൈ ടൈം 100 സെക്കൻഡ് ആണ് ഇൻറ്റു ലോഗിന്റെ അകത്ത് 0.5 ഡിവൈഡഡ് ബൈ പി N2O5 100 സെക്കൻഡിലുള്ള N2O5ന്റെ പ്രഷർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 0.476. ഓക്കെ, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് 4.98 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ഓക്കെ, അത്രയും സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക, കാരണം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രഷർ ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഒരു റേറ്റ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രഷർ ഇൻവോൾവ് ചെയ്യുന്ന കേസിന്റെ തിയറി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ തന്നത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പതുക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കഴിഞ്ഞ കൊല്ലം ഇക്വിലിബ്രിയത്തിൽ ഇതുപോലത്തെ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ വാല്യൂ തന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓർഡറും കാര്യങ്ങളും പറഞ്ഞല്ലോ അല്ലെ, അതിലെ ചെറിയൊരു സാധനം കൂടെ ഒന്ന് പറയട്ടെ. അഥവാ ഒരു ടിപ്പിക്കൽ എക്സെപ്ഷൻ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, സ്യൂഡോ ആണ്. എന്താ ഈ സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുക. അതായത് നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കോൺസെപ്റ്റിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വരിക, അതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിളുമായി കാണിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഈഥൈൽ എത്തനോവേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്ററിന്റെ ഹൈഡ്രോലൈസിസ് റിയാക്ഷൻ പറയാനുണ്ട്. ഈഥൈൽ എത്തനോവേറ്റ്. ഓക്കെ, ഇതിന് നമ്മൾ ഹൈഡ്രോലൈസിസ് നടത്താണ്. അസിഡിക് മീഡിയത്തിൽ ഇതിന് നമ്മൾ ഹൈഡ്രോലൈസ് നടത്താണ്. ഹൈഡ്രോലൈസ് നടത്തുമ്പോൾ വാട്ടർ ഉപയോഗിച്ച് ക്ലീവ് ചെയ്യുക. ഹൈഡ്രോലൈസിസ് വാട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുക. ഹൈഡ്രോലൈസ് നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ക്ലീവ് ചെയ്യുന്നത് ആക്ച്വൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഇവിടെയാണ് ക്ലീവ് ചെയ്യുക. ഇവിടെ ക്ലീവ് ചെയ്തിട്ട് ഇങ്ങോട്ട് OH ഇങ്ങോട്ട് H ആണ് പോവുക. റെഡി, പോയി കഴിഞ്ഞാൽ അത് എത്തനോയിക് ആസിഡിന്റെയും എത്തനോളിൽ നിന്നും കിട്ടിയ എസ്റ്റർ ആണ്. അപ്പൊ എത്തനോയിക് ആസിഡ് പ്ലസ് എന്തെന്നായി മാറും, അത് എത്തനോളിനായി മാറും. റിയാക്ഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? റേറ്റ് ഇക്വേഷൻ നമ്മുടെ എക്സ്പെക്ടേഷൻ 2 റിയാക്ടന്റ് ഉണ്ട് അല്ലെ, ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ 2 റിയാക്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ റേറ്റ് ഇക്വേഷൻ വരുമ്പോൾ CH3COO C2H5 all raised to 1 into H2O, the concentration of H2O all raised to 1 ആണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പൊ നമ്മുടെ വിചാരത്തിൽ ഓർഡർ ആക്ച്വലി എത്രയാണ്, 1 + 1 2 എന്നാണ്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ എക്സ്പെരിമെന്റൽ റേറ്റ് ഇക്വേഷൻ കാണപ്പെടുന്നത് എന്താണെന്നോ, CH3COO C2H5 raised to 1 എന്നേ ഉള്ളൂ. അഥവാ ഈ വാട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറൊക്കെ ഒരു റിയാക്ഷനിൽ നമ്മളൊരു ലിമിറ്റഡ് എമൗണ്ട് അല്ല എടുക്കുക, എക്സസ് ആയിരിക്കും എടുക്കുക. ആ എക്സസ് ആയിട്ടുള്ള ഒരാളുടെ എക്സ്പ്രഷൻ നമ്മൾ യൂഷ്വലി എന്തിൽ പറയാറില്ല, കോൺസെൻട്രേഷൻ നമ്മൾ യൂഷ്വലി എക്സ്പ്രഷൻ എടുക്കാറില്ല. കാരണം ആ എക്സസ് ആയ ആളിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് റിയാക്ട് ചെയ്ത് പോയാലും അതിന് കാര്യമായി ബാധിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ എക്സ്പ്രഷൻ എടുക്കാറില്ല. അപ്പൊ ഇവിടെ ആക്ച്വലി ആരുടെ കോൺസെൻട്രേഷൻ ഇല്ല, H2ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഓർഡർ ശരിക്കും എത്രയാണ്? ഈഥൈൽ എത്തനോവേറ്റിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ഓർഡർ ശരിക്കും എത്രയാണ്? ഫസ്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ എന്താ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ സീംസ് ടു ബി ഹയർ ഓർഡർ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് തോന്നുന്നത് ഹയർ ഓർഡർ ആയിരിക്കും, സീംസ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി പൊസസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ, ഒരു റിയാക്ഷൻ നമുക്ക് തോന്നുന്നത് വലിയ ഓർഡർ ആയിട്ടായിരിക്കും, പക്ഷേ അത് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. റെഡി? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? റിയാക്ഷൻ വിച്ച് സീംസ് ടു ബി ഹയർ ഓർഡർ ബട്ട് പൊസസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. റെഡി? അതിന് വേറൊരു എക്സാമ്പിൾ ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ സൂക്രോസിന്റെ ഹൈഡ്രോലൈസ് ഇല്ലേ, C12H22O11 ഹൈഡ്രോലൈസ് നടത്തുമല്ലോ. ഹൈഡ്രോലൈസ് നടത്തിയിട്ട് നമുക്ക് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് കിട്ടുന്ന ഒരു കേസ് പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ലോവർ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് R is equal to K into the concentration of sucrose C12H22O11 into raised to 1 into concentration of H2O raised to 1. അഥവാ നമ്മൾ സിംപ്ലി ഓർഡർ പറയുമ്പോൾ രണ്ട് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ബട്ട് ആക്ച്വലി ഇതിന്റെ റേറ്റ് ഇക്വേഷൻ ഇങ്ങനെയല്ല. K into ഏതേ ഉള്ളൂ? C12H22O11 ഉള്ളൂ. അഥവാ ആക്ച്വലി ഇതിന്റെ ഓർഡർ എന്താണ്? 1 ആണ്. ഏതല്ല? മുകളിലുള്ളതല്ല. അവിടെയും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. റെഡി? അപ്പോ വലിയൊരു റിയാക്ഷൻ, വലിയൊരു ഓർഡർ ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, പക്ഷേ അത് ആക്ച്വലി എന്തേ ഫോളോ ചെയ്യുന്നുള്ളൂ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, സോ റിയാക്ഷൻ വിച്ച് സീംസ് ടു ബി ഹയർ ഓർഡർ, വലുതായി തോന്നും ബട്ട് ആക്ച്വലി പൊസസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിന് 2 എക്സാമ്പിളുകൾ ഉണ്ട്. ഒന്ന് ഹൈഡ്രോലിസ് ഓഫ് ഈഥൈൽ എത്തനോവേറ്റ്, ഈഥൈൽ അസറ്റേറ്റ്, ആൻഡ് ദ ഹൈഡ്രോലിസ് ഓഫ് ഷുഗർ കെയിൻ, NCERT പറയുന്നത്. അത് വ്യക്തമായിട്ട് പഠിക്കാം. അടുത്ത വരുന്ന ഒരു ഭാഗം നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ടെമ്പറേച്ചറിന്റെ ഇഫക്ട് എങ്ങനെയാണ്. നമ്മളിപ്പോൾ കോൺസെൻട്രേഷന്റെ ഇഫക്ട് പറഞ്ഞു, പ്രഷറിന്റെ ഇഫക്ട് പറഞ്ഞു, ടെമ്പറേച്ചറിന്റെ ഇഫക്ട് എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ടെമ്പറേച്ചറിന്റെ ഇഫക്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ഓക്കെ, ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ അതിന്റെ റേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. 1-2 എക്സാമ്പിളുകളൊക്കെ NCERT എടുത്ത് പറയുന്നുണ്ട്. നിങ്ങളത് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ അതിന്റെ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് കടക്കാണ്, ശ്രദ്ധിക്കണേ. അതായത് ഇഫ് ടെമ്പറേച്ചർ, അവിടെ NCERT പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇഫ് ടെമ്പറേച്ചർ റേസ്ഡ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ്, ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ റേസ് ചെയ്യുകയാണെങ്കിൽ then rate or rate constant, റേറ്റ് ആയാലും ശരി അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ആയാലും ശരി, നിയർലി ഗെറ്റ് ഡബിൾഡ്. അത് നിയർലി ഏകദേശം എന്തായി മാറുന്നുണ്ട്? ഒരു ഡബിൾ ആയി മാറുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എക്സ്പെരിമെന്റിൽ എന്നാണ് പറയുന്നത്. ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ റേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റേറ്റ് ആയാലും റേറ്റ് കോൺസ്റ്റന്റ് ആയാലും നിയർലി ഡബിൾ ആയിട്ട് മാറുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ടെമ്പറേച്ചറിന്റെ ഇഫക്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് കൂടുമെന്ന് മാത്രമല്ല, പ്രസന്റ്ലി എന്ത് സ്പീഡിലാണ് നടക്കുന്നത് അതിന്റെ ഇരട്ടി സ്പീഡിൽ നടക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെ ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. റെഡി? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്, ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് at T+10 degree Celsius. T+10 degree Celsius. റെഡി? ഇത് ടൈം അല്ല, ടെമ്പറേച്ചർ ആണ്. ഡിഗ്രിയിലെ ടെമ്പറേച്ചർ സ്മോൾ ടി എന്ന് പറയാറുണ്ട്. അപ്പൊ T+10, ടി ടൈമിൽ 10 ഡിഗ്രിയും കൂടെ കൂട്ടിയ ടൈമിലുള്ള, T ഡിഗ്രി സെൽഷ്യസിലെ 10 ഡിഗ്രി കൂടെ കൂട്ടിയ ടൈമിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. അപ്പോ 25 ഡിഗ്രി സെൽഷ്യസിലെ റേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് താഴെ എഴുതുക, മുകളിൽ എന്താ വരിക? 25+10, 35 ഡിഗ്രി സെൽഷ്യസിലെ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? 10 ഡിഗ്രി കൂട്ടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് ആയാലും റേറ്റ് കോൺസ്റ്റന്റ് ആവും, നിയർലി ഡബിൾഡ് ആവും. റെഡി? അപ്പൊ ഞാൻ T ഡിഗ്രി സെൽഷ്യസിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് K ആണെങ്കിൽ, T ഡിഗ്രി സെൽഷ്യസിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് K ആണെങ്കിൽ T+10 ഡിഗ്രി സെൽഷ്യസിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് 10 ഡിഗ്രി കൂട്ടിയാൽ എന്താവും? ഡബിൾഡ് ആവും. അപ്പൊ എത്ര വരിക? 2K ആണ് വരിക. ആണല്ലോ? സോ ഈ ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നിയർലി എന്തായിട്ട് ഒബ്സർവ് ചെയ്യാനും പറ്റും? 2 ആയിട്ട് ഒബ്സർവ് ചെയ്യാനും പറ്റും. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ടെക്സ്റ്റിൽ പറയുന്നത്. ഇനി റേറ്റും റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ കണക്ട് ചെയ്തത് ആക്ച്വലി വാൻ ടോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പക്ഷെ അയാൾക്ക് അത്ര തന്നെ നല്ലൊരു ഇന്റർപ്രിട്ടേഷൻ എന്തിനെ കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷൻ ഒന്നും കൂടെ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അറേനിയസ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വേഷന് പറയുന്നുണ്ട്. അതാണ് അറേനിയസ് ഇക്വേഷൻ. അറേനിയസ് ഇക്വേഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ k ഈക്വൽ ടു a e raised to minus ea divided by rt. k ഈക്വൽ ടു a e raised to minus ea divided by rt. ഇതാണ് അറേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. k ഈക്വൽ ടു a e raised to minus ea divided by rt. വാട്ട് ഈസ് k? റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത ആള്. വാട്ട് ഈസ് a? അത് അറേനിയസ് കോൺസ്റ്റന്റ് എന്ന് പറയും. അറേനിയസ് കോൺസ്റ്റന്റ് അതല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയും. ഫ്രീക്വൻസി ഫാക്ടർ അതുമല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയും. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്ന ഫാക്ടർ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ ഓർ അറേനിയസ് ഫാക്ടർ ഓർ അറേനിയസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി e raised to minus ea divided by rt. ea divided by rt. എന്താണ് ea? അത് പുതിയൊരു ടേം ആണ്. ആ ടേം ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കേട്ടേക്കാം. അതിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എന്താ പറയാ? ആക്ടിവേഷൻ എനർജി. ആറ് നമുക്കറിയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ടി എന്താണ്? ടെമ്പറേച്ചറുമാണ്. ഓക്കെ, ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്തിന് പ്രപ്പോർഷനിലാണ്? കെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഓക്കെ, അപ്പോ ഇ റേസ് ടു ഇപ്പൊ കെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ എക്സ് കൂടിയാൽ എക്സിന്റെ വാല്യൂ നോക്കൂ, എക്സിന്റെ വാല്യൂ കൂടിയാൽ ഇ റേസ് ടു എക്സ് കൂടും. ഇ റേസ് ടു എക്സ് കൂടിയാൽ കെ എന്താവും? കൂടും. എക്സ് എന്ന് പറയുന്ന ആ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇ ടു ദ എന്ന് പറഞ്ഞാൽ 2.17 28 അങ്ങനെയുള്ള ഒരു നമ്പർ ആണ്. സിംപ്ലി 2.17. അത് റേസ് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ നല്ല പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇ റേസ് ടു എക്സ് എന്താവും? കൂടും. ഇ റേസ് ടു എക്സ് കൂടിക്കഴിഞ്ഞാൽ കെ എന്താവും? കൂടും. ഈ കോൺസെപ്റ്റ് ഇവിടെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ എക്സിന് പകരം ഇവിടെ ആരാണ്? മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, കെ ഡയറക്ട്ലി പ്രപ്പോർഷൻ അല്ലെങ്കിൽ മൈനസ് ഇ എ ബൈ ആർ ടി കൂടിയാൽ മൈനസ് ഇ എ ബൈ ആർ ടി വലുതായാൽ ആ നമ്പർ വലുതാവണം. ആക്ച്വലി ആ നമ്പർ നെഗറ്റീവ് ആണ്, അത് വലുതാവണം. അത് വലുതായാൽ എന്ത് വലുതാവും? ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്താവും? വലുതാവും. അത് വലുതായാൽ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റേറ്റ് അഥവാ റേറ്റ് കോൺസ്റ്റന്റും വലുതാവും. സമ്മതിച്ചോ? അപ്പൊ ഇത് എപ്പോഴാ വലുതാവുക എന്നുള്ളതാണ്. ഇത് ഈ ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റാ. ഇതൊരിക്കലും മാറില്ല, കോൺസ്റ്റന്റാ. ഇനി ആക്ടിവേഷൻ എനർജി എന്താന്ന് ഞാൻ പറയാം, കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു നെഗറ്റീവ് നമ്പർ അല്ലേ? ആണല്ലോ. ഒരു നെഗറ്റീവ് നമ്പർ മോർ ഇൻക്രീസ്ഡ് ആവണമെങ്കിൽ ഇപ്പൊ -2 ഉണ്ട്, -4 ഉണ്ട്, രണ്ടും നെഗറ്റീവ് നമ്പർ അല്ലേ? ഇതിൽ ഏതാ വലുത്? -2 ആണ്. നെഗറ്റീവ് നമ്പർ വലുതാവണമെങ്കിൽ ആ നെഗറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതാവണം. സമ്മതിച്ചേ? അപ്പോ ഈ ഒരു വാല്യൂ വലുതാവണമെങ്കിൽ മൈനസ് ഇ എ ബൈ ആർ ടി വലുതാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താവണം? ചെറുതാവണം. ഇ എ ബൈ ആർ ടി എന്ന് പറയുന്ന നമ്പർ ചെറുതാവണം. കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മുടെ ഉദ്ദേശം മൈനസ് ഇ എ ബൈ ആർ ടി ഇൻക്രീസ് ചെയ്യണം. ഇഫ് മൈനസ് ഇ എ ബൈ ആർ ടി ഇൻക്രീസസ് ദെൻ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഓൾസോ ഇൻക്രീസസ് ദെൻ യുവർ കെ ഇൻക്രീസസ്. ഈ മൈനസ് ഇ എ ബൈ ആർ ടി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇ എ ബൈ ആർ ടി എന്ന് പറയുന്ന നമ്പർ ചെറുതാവണം. ഇ എ ബൈ ആർ ടി എന്ന് പറയുന്ന നമ്പർ ചെറുതാവണം. കാരണം ഒരു നെഗറ്റീവ് നമ്പർ വലുതാവണമെങ്കിൽ ആ നെഗറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? ചെറുതാവണം. അത്രേ ഉള്ളൂ. ഈ ഇ എ ബൈ ആർ ടി ചെറുതാവണമെങ്കിൽ ഇ എ എന്താവണം? ഇ എ എന്ന് പറയുന്നത് കുറയണം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടണം. സമ്മതിച്ചോ? ഇത് ചെറുതാവണമെങ്കിലേ ഇ എ ബൈ ആർ ടി ചെറുതാവണമെങ്കിൽ ന്യൂമറേറ്റർ കുറയണം, ഇ എ കുറയണം, ആക്ടിവേഷൻ എനർജി കുറയണം, ഡിനോമിനേറ്റർ കൂടണം, ടെമ്പറേച്ചർ കൂടണം. അപ്പോ ഇ എ കുറഞ്ഞു, ടെമ്പറേച്ചർ കൂടി. വാട്ട് ഹാപ്പൻസ്? ഇ എ ബൈ ആർ ടി ചെറുതായി. ഇ എ ബൈ ആർ ടി ചെറുതായാൽ അതിന്റെ നെഗറ്റീവ് വലുതായി കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി വലുതായി, നിങ്ങളുടെ കെ എന്തായി? വലുതായി. അപ്പൊ ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി എന്ന്. ഇതാണ് ബന്ധം. കറക്റ്റ് നല്ലോണം കേട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ റേറ്റ് കോൺസ്റ്റന്റ് കൂടണമെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറയണമെന്നും ടെമ്പറേച്ചർ കൂടണമെന്നും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? അറേനിയസ് ഇക്വേഷൻ. അതിന്റെ ഡീറ്റെയിൽഡ് കേസിലേക്ക് ഞാൻ പോകാം. അതിനു മുമ്പ് അതിന്റെ മോഡിഫൈഡ് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോഗരിതം ഒക്കെ എടുക്കാവുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്.
അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്തമാറ്റിക്കൽ ഐഡിയ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഐഡിയ കൊടുക്കുന്നുള്ളൂ. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരു റിയാക്ഷൻ റേറ്റ് കൂടണമെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ എനർജി കുറയണം, അതിന്റെ ടെമ്പറേച്ചർ കൂടണം. റെഡി? അപ്പൊ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ആക്ടിവേഷൻ എനർജി എന്താണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ആക്ടിവേഷൻ എനർജി ആണ് എനിക്ക് പറയേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ആക്ടിവേഷൻ എനർജി എന്താണെന്നാണ്. ആക്ടിവേഷൻ എനർജി ഞാനത് പറയാം. അതിനു മുമ്പ് ആക്ച്വലി നമുക്കിപ്പോൾ അറിയാം, നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഹൈഡ്രജനും അയഡിനും കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാവുന്നു. ഇത് ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ എഴുതി പോകുന്ന പോലെ നടക്കുകയാണോ? അല്ല. അവിടെ ആക്ച്വലി ഹൈഡ്രജന്റെ ഒരു ഹൈഡ്രജൻ ആറ്റം, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മോളൊക്കെ ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ ആറ്റം പ്ലസ് ഒരു അയഡിൻ, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ, ഒരു അയഡിൻ മോളിക്യൂൾ. ഇത് തമ്മിൽ അങ്ങ് കൂടി ചേർന്ന് പെട്ടെന്ന് അങ്ങ് എന്ത് ഉണ്ടാകുന്നില്ല? 2HI ഉണ്ടാകുന്നില്ല. ആക്ച്വലി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ല. പിന്നെ അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ആദ്യം ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ബോണ്ടുകളൊന്നും എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. താൽക്കാലികമായിട്ട് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും, അയഡിൻ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള പുതിയ ബോണ്ട് മേക്ക് ചെയ്യണം. അങ്ങനെയല്ലേ അത് ഉണ്ടാകുന്നത്? അത് ഒറ്റയടിക്ക് ഉണ്ടാകുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്. ആരാ? ഇന്റർമീഡിയറ്റ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ തിയറി ഓഫ് ട്രാൻസിഷൻ എന്ന് അതിനെ പറയാറുണ്ട്, ട്രാൻസിഷൻ കോംപ്ലക്സ്. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നും പറയാം. അപ്പോൾ ഇതങ്ങ് ബ്രേക്ക് ചെയ്ത് പുതിയ ഞാൻ ആ 4 ആളുകളെ കാണിക്കുകയാണേ. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയൊരു ബോണ്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, ഈ ഹൈഡ്രജനും അയഡിനും തമ്മിൽ പുതിയൊരു ബോണ്ട് മേക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ആക്ച്വലി ആ റിയാക്ഷന്റെ ഉള്ളിലുണ്ട്. അത് അതിന്റെ മെക്കാനിസം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൈനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നുള്ള മെക്കാനിസം നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ടെന്നാണ്. അപ്പോൾ റിയാക്ടൻ സ്പീഷ്യസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് മേക്ക് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, അഥവാ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്ന്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഫോം ചെയ്ത ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സ്പീഷ്യസ് ഇന്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അഥവാ റിയാക്ടന്റുകൾ കൂടി ചേർന്ന് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തുണ്ടായ ഒരു വസ്തു, ആക്ടിവേറ്റഡ് ഒരു ഫോം, ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്നും ഇനി പൂർണ്ണമായും ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് HI എന്ന് പറയുന്ന ബോണ്ടുകൾ എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. ഇങ്ങനെയാണ് ആക്ച്വലി ഹൈഡ്രജൻ അയഡൈഡ് ഹൈഡ്രജനും അയഡിൽ നിന്നും ഫോം ചെയ്യുന്നത്. സമ്മതിച്ചോ? ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായത് എവിടെ നിന്നുമാണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായത് എവിടെ നിന്നാണ്? റിയാക്ടന്റിൽ നിന്നും അല്ലേ? അപ്പൊ റിയാക്ടന്റിന് ഒരു എനർജി ഉണ്ട്. ആ റിയാക്ടന്റ് എനർജിയിൽ നിന്നും ഒരു എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാൽ അത് എന്തായി മാറും? നമ്മൾ വെറുതെ റിയാക്ടന്റിനെ കൊണ്ടുപോയി വെച്ചാൽ പോരാ. റിയാക്ടന്റെ എനർജിയിൽ നിന്നും ഒരു എമൗണ്ട് ഓഫ് എനർജി, അത് ചിലപ്പോൾ മീൻസ് നേച്ചറിൽ നിന്ന് എടുക്കുന്നതാവാം, ചിലപ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്നതാവാം, ചിലപ്പോൾ നമ്മൾ അത് ബൂസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാവാം, ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാവാം. എന്തായാലും നമ്മുടെ റിയാക്ടൻ മോളിക്യൂളിനുള്ള എനർജിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അത് എടുത്തിട്ട് അതിന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആവാൻ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ എടുക്കുന്ന ആ എനർജി, റിയാക്ടൻ എനർജിയിൽ നിന്നും അതിന്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ എടുക്കുന്ന എനർജി വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. റെഡി? സോ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിക്വയർഡ് ഫോർ ആർക്ക് വേണ്ട എനർജിയാണ്? റിയാക്ടൻ മോളിക്യൂൾസ് to form activated complex. എന്ത് രൂപപ്പെടുവാൻ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് രൂപപ്പെടുവാൻ റിയാക്ടൻ മോളിക്യൂളിന് ആവശ്യമായ എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ ആണോ? സിംപിളി. ഇനി ഞാൻ അതിന്റെ എനർജി പ്രൊഫൈൽ ഒന്ന് കാണിച്ചു തരാമേ. എന്താ എനർജി പ്രൊഫൈൽ? ഒരു റിയാക്ഷൻ നടക്കുന്ന എനർജി പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ വ്യക്തമാകും എന്താണ് ആക്ടിവേഷൻ എനർജി എന്നുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. എനർജി പ്രൊഫൈല് ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷന് വേണ്ടി കാണിക്കാം. ടെമ്പറേച്ചർ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ നടക്കുന്നത് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തിട്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ. റെഡി? അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻ. അതുപോലെ ആർക്കും വേണ്ടി കാണിക്കണം? എക്സോതെർമിക് റിയാക്ഷനും വേണ്ടി കാണിക്കണം. എൻഡോതെർമിക്കിനും വേണ്ടിയും എക്സോതെർമിക്കിനും വേണ്ടിയും കാണിക്കണം. ഓക്കെ ആണോ?
സോ അതിൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ വരക്കുകയാണേ, ശ്രദ്ധിക്കണേ. പ്രൊഫൈൽ വരുന്നത് എൻഡോതെർമിക് അല്ല, എൻഡോതെർമിക് റിയാക്ഷൻ ആവുന്ന സമയത്ത് പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയും, ഇതാണ് ആ എനർജി പ്രൊഫൈൽ. അത് എക്സോതെർമിക് ആവുന്ന സമയത്ത് ആ പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയുമാണ്. എന്താണിത് എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും അല്ലേ? നോക്കാം. ഈ ഭാഗത്ത് y ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് എനർജിയാണ്. ആരാണ്? എനർജി. ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റ് ആണ്. റിയാക്ഷൻ കോർഡിനേറ്റ് അതാരാ? റിയാക്ഷൻസിന്റെ ഇടയിൽ നടക്കുന്ന കോർഡിനേറ്റ്, റിയാക്ടന്റ് അവസ്ഥകൾ, ഇന്റർമീഡിയറ്റ് ആയുള്ള ആളുകൾ. ഒന്ന് റിയാക്ടന്റ് ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ആവുകയാണോ? അല്ല. റിയാക്ടന്റ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആവുന്നുണ്ട്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുന്നുണ്ട്, എന്നിട്ട് എന്തായി മാറുന്നു? പ്രൊഡക്റ്റ് ആവുന്നു. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള 3 അവസ്ഥകളാണ്. ആ അവസ്ഥകളെയാണ് എവിടെ മീൻ ചെയ്യുന്നത്? എക്സ് ആക്സിൽ മീൻ ചെയ്യുന്നത്. റെഡി? ഇനി നോക്കണേ, ഇതാരാ? ഇത് റിയാക്ടന്റാ. ഈ എനർജിയെ, ഇത്രയും എനർജിയെ ഞാൻ ER എന്ന് കൊടുത്തു. ER. ഇത് ഇവിടെ റിയാക്ടന്റ് ആണുള്ളത്. ഇവിടുത്തെ ആളാരാ? റിയാക്ടന്റ്. ഇവിടെ ആയപ്പോൾ എന്തെത്തി? പ്രൊഡക്റ്റ് ആയി. ഈ കർവിന്റെ ടോപ്പ് അതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ ട്രാൻസിഷൻ സ്റ്റേറ്റ്. റെഡി? എന്താണ് ER? ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് റിയാക്ടന്റ്. അതായത് റിയാക്ടന്റ് ആകെ ഒരു തീരെ എനർജി ഇല്ലാത്ത നിൽക്കാവില്ല, സീറോയിലായിരിക്കില്ല റിയാക്ടന്റിന് എനർജി. റിയാക്ടന്റ് ഒരു മിനിമം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആർക്കുണ്ടാവും? റിയാക്ടന്റ് ഉണ്ടാവും. റിയാക്ട് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഒരു മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്തായാലും ഉണ്ടാവും. റെഡിയാണോ? ഇത് എന്താണ്? ഇത്രയും ദിസ് മച്ച്, ഈ ഒരു റേഞ്ച് വരുന്നത് എന്താന്നാ പറഞ്ഞേ? EP, മിനിമം എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ. സോ ടേംസ് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യുന്നു, ശ്രദ്ധിക്കണേ. ടേംസിന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്, നോക്കുക. ER പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിയാക്ടന്റ്, EP പൊട്ടൻഷ്യൽ എനർജി ഓഫ് പ്രൊഡക്റ്റ്. ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി വരുമ്പോൾ ഞാൻ പറയാം. ഇനി ഇത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇനി നല്ലോണം ശ്രദ്ധിക്കണം. ഇതല്ലേ ER? ആ ER നിൽക്കുന്ന ആൾക്ക് അഥവാ റിയാക്ടന്റ് മോളിക്യൂളിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിൽ നിന്നും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ ആവശ്യമായ എനർജി അല്ലെ? അതല്ലേ പറഞ്ഞേ? എനർജി റിക്വയർഡ് ഫോർ റിയാക്ടന്റ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എവിടെ? ടോപ്പില്. അപ്പൊ റിയാക്ടന്റ് എനർജി ഏതാ? 0 ആണോ? അല്ല. റിയാക്ടന്റ് ഒരു മിനിമം എനർജി ഉണ്ട്, അതാണെന്ത്? ER പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിയാക്ടന്റ്. അത് ഇത്രയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എനർജി അല്ലേ പോകുന്നത്? ഇത്രയും ആരുടെ എനർജിയാണ്? റിയാക്ടന്റ് എനർജിയാണ്. ആ റിയാക്ടന്റ് എനർജിയിൽ നിന്നും ഇതെന്താ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ ആവശ്യമായ എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. എന്താ വിളിക്കുക? ആക്ടിവേഷൻ എനർജി. എനർജി റിക്വയർഡ് ഫോർ റിയാക്ടന്റ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അപ്പൊ ഞാൻ പുതിയൊരു ടേമും കൂടെ പറഞ്ഞല്ലോ. ആരാ? EA. എന്താ? EA നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? EA നമ്മൾ Arrhenius equationൽ കണ്ടില്ലേ? ആക്ടിവേഷൻ എനർജി. ഗോട്ട് ഇറ്റ്? ആക്ടിവേഷൻ എനർജി. ഓക്കെ. അപ്പൊ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടന്റിന് ഒരു മിനിമം എനർജി വേണം. അതിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അത് എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുത്ത എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? അല്ലെങ്കിൽ അതിനാവശ്യമായ ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ റിയാക്ടന്റ് മോളിക്യൂളിന് ഒരു മിനിമം സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജിയും കൂടെ ആവശ്യമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി, EA. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടായി? ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അത് എനർജി അങ്ങ് റിലീസ് ചെയ്തിട്ട്, ഹൈ എനർജിയിൽ നിൽക്കുന്ന ആള് എനർജി അങ്ങ് റിലീസ് ചെയ്തിട്ട് എന്തായി മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ആ പ്രൊഡക്റ്റ് ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള ഒരു ടേമും കൂടെ ഞാൻ ഇൻസർട്ട് ചെയ്യാം. ആ ടേം ആണ് ET. ET മീൻസ് ത്രെഷോൾഡ് എനർജി. എന്താണ്? ത്രെഷോൾഡ് എനർജി. That is the energy required for reactant molecules to form activated complex or to form the reaction. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം ഇത്രയെങ്കിലും എനർജി വേണ്ടേ? ഇത്രയെങ്കിലും എനർജി ഉണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കുള്ളൂ. ആ അത്രയും എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ത്രെഷോൾഡ് എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി? മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അല്ലേ? എക്സ്ട്രാ എനർജി ആണ് എന്ത്? ആക്ടിവേഷൻ എനർജി. റിയാക്ടന്റ് മോളിക്യൂളുകൾക്ക് ഓൾറെഡി ഉള്ള എനർജി അത് ER, അതിലേക്ക് കൊടുക്കേണ്ട എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ.
എന്നാൽ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ റിയാക്ടന്റ് മോളിക്യൂൾ ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ റിയാക്ഷൻ. അഥവാ ഇത്രയും എനർജി, ഇതാണ് റിയാക്ടന്റ് മോളിക്യൂളിന് ഇവിടെ മുതൽ ഇതുവരെ 0 മുതൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവാൻ ആവശ്യമായ അത്രയും എനർജി വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോ ഇതാ ശ്രദ്ധിക്കണേ, ഇത്രയും എനർജി, എത്ര ഇവിടെ മുതൽ ഇതുവരെയുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി ET. ആ ET ഏതൊക്കെ ആഡ് ചെയ്തതാണ്? റിയാക്ടന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് റിയാക്ടന്റ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ആക്ടിവേഷൻ കോംപ്ലക്സ് ഉണ്ടാവാൻ ആവശ്യമായ എക്സസ് എമൗണ്ട് ഓഫ് എനർജി EA. സോ ET എന്ന് പറയുന്നത് ET ഈക്വൽ ടു റിയാക്ടന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവാൻ ആവശ്യമായ എനർജി EA. അപ്പൊ EAയും ETയും സെയിം ആണോ? അല്ല. എന്താണ് EA? റിയാക്ടന്റിന് ഉണ്ടായിരുന്ന എനർജിയിലും അതിനേക്കാളും കുറച്ചും കൂടെ മിനിമം എനർജി, അതിനെ കവിച്ച് വരുന്ന, അതല്ലാണ്ട് വരുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ എനർജി വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എന്നാൽ ഒരു റിയാക്ടന്റ് മോളിക്യൂളിന് ആകെ ഉണ്ടായിരിക്കേണ്ട ടോട്ടൽ എനർജി, അഥവാ തീരെ 0 സ്റ്റേറ്റിൽ നിൽക്കുന്ന അവിടെ നിന്നും ടോട്ടൽ എനർജി, അതാണ് എന്ത്? ത്രെഷോൾഡ് എനർജി. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ആക്ടിവേഷൻ എനർജി കാണാനുള്ള എക്സ്പ്രഷൻ എന്താ? ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ത്രെഷോൾഡ് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിയാക്ടന്റ്. ഓഡ് യു ഒബ്ടെയിൻ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കാണാൻ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ത്രെഷോൾഡ് എനർജി ടേംസിൽ പറയാം. പക്ഷെ ടെക്സ്റ്റിൽ അത് പറയുന്നില്ല, അതുകൊണ്ട് അത്രയും സ്ട്രെസ് ചെയ്യണ്ട. അപ്പൊ ഇത് ഞാനൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് പ്ലോട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ഞാൻ എക്സോതെർമിക് ആണ് എൻഡോതെർമിക് ആണെന്ന് പറഞ്ഞെന്നോ? ശ്രദ്ധിക്കണേ, ഇവിടെ ഇതല്ലേ ഈ എന്താണ് റിയാക്ഷൻ എൻതാൽപ്പി? ഡെൽറ്റ എച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്ഷൻ എൻതാൽപ്പി എന്താണ്? അതിന്റെ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. തെർമോഡൈനാമിക്സ് പഠിച്ചത് ഓർക്കുന്നില്ലേ? എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ്. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ്. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് ആണോ, EP ആണോ, എനർജി ഓഫ് പ്രൊഡക്റ്റ് ആണോ, എനർജി ഓഫ് റിയാക്ടന്റ് ആണോ ഇവിടെ വലുത്? നോ ഡൗട്ട് എനർജി ഓഫ് പ്രൊഡക്റ്റ് ആണ് എനർജി ഓഫ് റിയാക്ടന്റിനേക്കാൾ വലുത്. അപ്പൊ EP വലുതാണ് ആരെക്കാളും? ERനേക്കാളും. എങ്കിൽ ഈ വലിയതിൽ നിന്നും ചെറുത് കുറച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. റിയാക്ഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ ആരാണ്? എൻഡോതെർമിക് ആണ്. അതാണ് ഞാൻ എൻഡോതെർമിക്കിന്റെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്. മൂവിങ് ടു എക്സോതെർമിക്. എക്സോതെർമിക് ആകുമ്പോൾ സെയിം, ഇവിടെ ആരാണ്? EP. ഓക്കെ, ഇത്രയും എനർജി ആരാണ്? EA. അതിലൊന്നും മാറ്റമില്ല കേട്ടോ. ഇതെന്താണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇതാരാണ്? ഇത് EP അല്ല, ഇതാരാണ്? ER അല്ലേ? ഇവിടെ എനർജി, റിയാക്ഷൻ കോർഡിനേറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് EP. ഇവിടെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നോക്കിയേ, റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞേ. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. ത്രെഷോൾഡ് എനർജി ഇത്രയും എല്ലാം അതുപോലെ തന്നെയാണ്. എന്താണ് ചേഞ്ച്? ഈ കർവ് ഇങ്ങനെ വന്നിട്ട് മുകളിലാണ് നിൽക്കുന്നത്, ഇത് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് എൻഡോതെർമിക്കിനെയും ഒന്ന് എക്സോതെർമിക്കിനെയും സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയും എടുത്ത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് റിയാക്ഷൻ എന്താണ്? EP മൈനസ് ER. EP മൈനസ് ER. ഇതിൽ ആരാണ് വലുത്? EP ആണോ ER ആണോ വലുത്? പറഞ്ഞേ, EP ആണോ ER ആണോ വലുത്? ER ആണ് വലുത് EP-യേക്കാൾ. അതോ ഇതാണ് കൂടുതൽ? അത് കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 നെഗറ്റീവ് ആയിരിക്കും. If the reaction enthalpy is negative, then the reaction is exothermic. Okay? ഇനി നമുക്കൊരു മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവും കൂടെ ഉപയോഗിച്ച് ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നോക്കാം. പിന്നീട് നമുക്ക് അറീനിയസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലമാറ്റിക് സെക്ഷനിലേക്കും കടക്കാം. ശ്രദ്ധിക്കാം, നമ്മള് ഒരു മോളിക്യൂൾ ഒന്നും എടുത്തിട്ട് റിയാക്ഷൻ കൺസിഡർ ചെയ്യില്ലല്ലോ. ഒരു H2 ഒരു I2 റിയാക്ട് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും നമുക്കില്ല. ഒരു സിസ്റ്റം ഓഫ് മോളിക്യൂൾസ് ഓഫ് H2 I2 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു ടോട്ടൽ സിസ്റ്റം ഓഫ് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ആക്ടിവേഷൻ എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള, ടെമ്പറേച്ചർ അഥവാ കൈനറ്റിക് എനർജി ഒക്കെ തമ്മിലുള്ള റിലേഷൻ ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. റെഡി? അതെന്താണെന്നാണ് ഞാനിവിടെ പറയുന്നത്. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്, അത് നിങ്ങൾ മോളിക്കുലർ വെലോസിറ്റി വെച്ചിട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കേട്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ കൊല്ലം. ഞാനൊരു ടേം എടുക്കുക, NE divided by NT. NE divided by NT, that is a fraction of molecule with kinetic energy. Kinetic energy. എന്നാണ് ഞാനിവിടെ കൈനറ്റിക് എനർജി കൊടുത്തത്. ഒരു എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ടോട്ടൽ സിസ്റ്റം ഉണ്ട്. ആ ടോട്ടൽ സിസ്റ്റത്തിൽ ഒരു 100 മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു 10 മോളിക്യൂളിന് കൈനറ്റിക് എനർജി കുറവായിരിക്കും, ഒരു 20 മോളിക്യൂളിന് ഭയങ്കര കൈനറ്റിക് എനർജി ആയിരിക്കും, ബാക്കി 70ഓളം മോളിക്യൂളിന് ഒരു ആവറേജ് കൈനറ്റിക് എനർജി, ഒരു ഇന്റർമീഡിയറ്റ് കൈനറ്റിക് എനർജി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിലെ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ, അതാണ് ഫ്രാക്ഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾ വിത്ത് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അതാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് NE/NT വിത്ത് കൈനറ്റിക് എനർജിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്ന സാധനം
y ആക്സിലും എനർജി കൈനറ്റിക് എനർജി x ആക്സിലും ഞാൻ എന്ത് ചെയ്തു പ്ലോട്ട് ചെയ്തു. റെഡി? അപ്പൊ ഈ ഫ്രാക്ഷൻ കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? NE/NT ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ടോട്ടലിൽ ആ കൈനറ്റിക് എനർജി ഉള്ള ആളുകളുടെ എണ്ണം കൂടി എന്നാണ് അർത്ഥം അല്ലെ? ടോട്ടൽ 100 പേരുണ്ട്, അതിൽ 30 പേർക്ക് ഈ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ NE/NT ഫ്രാക്ഷൻ എത്രയാണ് വരുന്നത്? 30/100.3 ആണ്. അത് ഇനി കൂടി എന്നുള്ളതിന് മീനിങ് എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ NE/NT കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ 0.3 എന്നുള്ള ഐറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ 0.3 എന്നുള്ള ഐറ്റം 30 എന്നുള്ളത് ഒരു 70 ആളായി ഈ കൈനറ്റിക് എനർജി ഉള്ളത്. അപ്പോൾ NE/NT 0.3 നിന്നും 0.7 ആവും. അപ്പൊ NE/NT എന്ന് പറയുന്ന y ആക്സിസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ കൈനറ്റിക് എനർജി ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്നാണ്. സോ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ കൈനറ്റിക് എനർജി 0, ഫ്രാക്ഷനും 0. ഓക്കെ, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഇങ്ങനെ കൂടുന്നുണ്ട്, എനർജി കൂടുന്ന ഫ്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ തുടക്കം ഇവിടെ കൈനറ്റിക് എനർജി കുറവാ, ലോ കൈനറ്റിക് എനർജിയാണ്. ലോ കൈനറ്റിക് എനർജി ഉള്ള ഫ്രാക്ഷനും ലോ ആണ് അല്ലെ? കുറഞ്ഞ കൈനറ്റിക് എനർജി ഉള്ള ഫ്രാക്ഷൻ അത് കുറവാണ്. ഇവിടെ ഹൈ കൈനറ്റിക് എനർജി അതിന്റെ ഫ്രാക്ഷനും എന്താണ്? കുറവാണ്. ഏതോ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആണ് അല്ലെ ഏറ്റവും മാക്സിമം കൈനറ്റിക്, അല്ലെങ്കിൽ ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ് അല്ലെ? ഈ ഇന്റർമീഡിയറ്റ് കൈനറ്റിക് എനർജിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്നത്. ഇതാണ് ഫ്രാക്ഷൻ. y ആക്സിസ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടി നടത്തും. ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന കൈനറ്റിക് എനർജി ഒരു ഇന്റർമീഡിയറ്റ് കൈനറ്റിക് എനർജി ആണ്. അതിന് ഞാൻ KEMP എന്ന് ഓർത്തു. മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ആ സിസ്റ്റം നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന കൈനറ്റിക് എനർജി. റെഡി? ഇവിടെ ഞാനൊരു ബാരിയർ കൊടുത്തിട്ടുണ്ട്. ബാരിയർ അങ്ങനെ ഏതെങ്കിലും കൈനറ്റിക് എനർജി ഉള്ള ആളുകളൊന്നും എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല. റിയാക്ട് ചെയ്യണമെങ്കിൽ ആ കൈനറ്റിക് എനർജി അഥവാ എനർജി എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണ് ഞാൻ ആക്ടിവേഷൻ എനർജി കൊടുത്തത്. ഈ ആക്ടിവേഷൻ എനർജിയുടെ അപ്പുറത്തുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങളെ സിസ്റ്റത്തിന് ആക്ടിവേഷൻ എനർജിയുടെ അപ്പുറത്തുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിയാക്ട് ചെയ്യുള്ളൂ കേട്ടോ. ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതലുള്ള ആളുകൾ മാത്രമേ കെമിക്കൽ റിയാക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ കണ്ടു. ആ റിയാക്ടൻ മോളിക്യൂൾ ആക്ടിവേഷൻ എനർജി കിട്ടിയാലേ പ്രൊഡക്റ്റ് ആയി മാറുള്ളൂ, അപ്പോഴേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോ ഏതെങ്കിലും ലോ എനർജിയോ ഇന്റർമീഡിയറ്റ് എനർജിയോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കൈനറ്റിക് എനർജി എന്താവണം? ഹൈ ആവണം. ഓക്കെ, അതുകൊണ്ട് ഹൈ ആയിട്ട് ആ കൈനറ്റിക് എനർജി കൂടി ഈ പോയിന്റ് ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടല്ലേ ഇവിടുന്ന് അങ്ങോട്ട്, ഈ പോയിന്റ് ഉണ്ടല്ലോ ഇയെ ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? റിയാക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഫ്രാക്ഷൻ ആക്ച്വലി റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇത്രയും ഫ്രാക്ഷൻ ആക്ച്വലി റിയാക്ട് ചെയ്യുന്നില്ല. എത്ര ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യുന്നുള്ളൂ? ഈ ആക്ടിവേഷൻ എനർജിയുടെ അപ്പുറത്ത് വരുന്ന ഈ ഇത്രയും ഏരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇത്രയും മോളിക്യൂൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആക്ച്വലി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഇത് ഒരു നോർമൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ആ കർവിന് എന്താ സംഭവിക്കുന്നതാണ് നോക്കുന്നത്. വീണ്ടും NE/NT y ആക്സിലും എനർജി x ആക്സിലും ഞാൻ എന്ത് ചെയ്തു? പ്ലോട്ട് ചെയ്തു. T ഡിഗ്രി സെൽഷ്യസിൽ വരച്ചത് നോക്കൂ. ബ്ലൂ കളറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട് അല്ലെ? T ഡിഗ്രി സെൽഷ്യസിൽ വരച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക. T ഡിഗ്രി സെൽഷ്യസിൽ വരച്ച കർവ് ആണിത്. ഓക്കെ, ഇത് ആക്ടിവേഷൻ എനർജി. ഇത് അതിന്റെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയാണ്. മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഓക്കെ, ഒരു ലോ കൈനറ്റിക് എനർജിയാണ് ഇപ്പൊ അതിന്റെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. അത് കാരണം ആ ലോ കൈനറ്റിക് എനർജി കാണിക്കുന്ന ആളുകളാണ് കൂടുതൽ. അപ്പൊ ഈ ബ്ലൂവിൽ വരച്ചതാണ് T ഡിഗ്രി സെൽഷ്യസിൽ പോകുന്നത്. ശ്രദ്ധിക്കണേ, ആക്ടിവേഷൻ എനർജി കിട്ടിയ മോളിക്യൂൾസിന്റെ ഏരിയ എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഏരിയ ഉള്ളൂ. ആക്ടിവേഷൻ എനർജി കിട്ടിയ മോളിക്യൂൾ ഈ ബ്ലൂവിന്റെ അടിയിലുള്ളതേ ഉള്ളൂ എന്ന്. ഈ ബ്ലൂവിന്റെ അടിയിലുള്ള ആളുകൾ മാത്രമേ ഇപ്പൊ അവിടെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ ആ T എന്നുള്ളത് T+ ഒരു 10 ഡിഗ്രിയും കൂടെ കൂട്ടി, ഇവിടെ T ഡിഗ്രി ചെയ്ത കർവാണ് ഇങ്ങനെ വന്നത്. ഒരു 10 ഡിഗ്രി കൂടെ കൂട്ടി ഞാൻ ബ്ലാക്കിൽ വരച്ചിട്ടുണ്ട്. 10 ഡിഗ്രിയും കൂടെ കൂട്ടിയപ്പോ എന്താ സംഭവിച്ചേ? കർവ് ഒന്ന് താന്നിട്ട് അങ്ങോട്ട് പരന്നു. പക്ഷേ എക്സാക്ട്ലി രണ്ടും ഒരേ ഏരിയ ആയിരിക്കും കേട്ടോ. ഈ ബ്ലൂ കർവിന്റെ താഴെയുള്ള അതേ ഏരിയ തന്നെ ആയിരിക്കും ബ്ലാക്കിന്റെ കർവിന്റെ താഴെയുള്ള ഏരിയ. കാരണം അങ്ങോട്ട് പരന്നപ്പോ മുകളിൽ താന്നിട്ടുണ്ട്. സോ ഏരിയക്കൊന്നും സംഭവിച്ചില്ല. മുകളിൽ താന്നപ്പോ അങ്ങോട്ട് ബ്രോഡൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏരിയക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോളിക്യൂൾ ആണ്. ടോട്ടൽ മോളിക്യൂൾ ഒന്നും സംഭവിക്കില്ല. ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ടെമ്പറേച്ചർ ടിയിൽ നിന്നും T+10 ഡിഗ്രി ആക്കിയപ്പോൾ കർവിന് എന്താ സംഭവിച്ചത്? കർവ് ഒന്ന് താന്നിട്ട് ഒന്ന് ബ്രോഡൻഡ് ആയി, റൈറ്റിലേക്ക് ബ്രോഡൻഡ് ആയി. ഇനി ഇതെന്തിനാ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പൊ എന്താ സംഭവിച്ചേ? നിങ്ങൾ ആ ബ്ലാക്കിന്റെ ഏരിയ നോക്കിയേ. ഇപ്പൊ ബ്ലാക്കിൽ വരച്ച T+10 ഡിഗ്രി സെൽഷ്യസിൽ വരച്ച ഏരിയ നോക്കിയേ. ബ്ലൂവിന്റെ ഏരിയയും ബ്ലാക്കിന്റെ ഏരിയയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. ബ്ലൂയുടെ ഏരിയ എത്ര മാത്രമേ ഉള്ളൂ? ബ്ലൂയുടെ ഏരിയ എന്ന് പറയുന്നത് ഇത്ര മോളിക്യൂൾസെ പണ്ട് T ഡിഗ്രി സെൽഷ്യസിൽ ഇത്ര മോളിക്യൂളെ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്തിട്ടുള്ളൂ, അഥവാ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത്രയും മോളിക്യൂള്. റെഡി?
എന്നാൽ T+10 ആക്കിയപ്പോൾ എത്ര മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നുണ്ട്? ഇത്രയും ഏരിയ നിങ്ങൾ ഈ വരക്കുന്ന ശ്രദ്ധിക്ക്, പിന്നീട് നോക്കിയാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇത്രയും ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്യുന്നുണ്ട്. അഥവാ ടെമ്പറേച്ചർ കൂട്ടിയപ്പോ ഫ്രാക്ഷൻ മോളിക്യൂളിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലെ? ഹൈ വെലോസിറ്റി ഈ കർവ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എനർജി കൂടി, ഫ്രാക്ഷൻ എന്തായി? കുറഞ്ഞു അല്ലെ? ലോ എനർജി കാണിച്ച ഫ്രാക്ഷൻ ആയിരുന്നു പണ്ട് കൂടുതൽ അല്ലെ? ലോ എനർജി കാണിച്ച ഫ്രാക്ഷൻ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ആ ഫ്രാക്ഷൻ ഒന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഹൈ എനർജി, അത്യാവശ്യം നല്ല എനർജി കാണിക്കുന്ന ഫ്രാക്ഷൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അഥവാ മോറോവർ കൂടുതൽ ആളുകളും ഏത് ക്രോസ് ചെയ്തു? കർവ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയപ്പോ കൂടുതൽ ആളുകളും ഏത് ക്രോസ് ചെയ്തു? ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിയാക്ടൻ മോളിക്യൂളുകളും ഇപ്പൊ എന്തായി? റിയാക്ട് ചെയ്യപ്പെട്ടു, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറി എന്നർത്ഥം. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയപ്പോ കൂടുതൽ ആളുകളും ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? കൂടുതൽ ആളുകളും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അഥവാ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ കൂടുതൽ ആളുകൾക്കും ആക്ടിവേഷൻ എനർജി കിട്ടി, അവരുടെ റിയാക്ഷൻ എന്തായി? സ്പീഡായി, അല്ലെങ്കിൽ അവരും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ടെമ്പറേച്ചറും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള ബന്ധമാണ്. അതൊരു ഹോൾ സിസ്റ്റം ഓഫ് മോളിക്യൂൾ എടുത്തിട്ട് ആര് പറഞ്ഞതാണ്? മാക്സ്വെൽ പറഞ്ഞതാണ്. മാക്സ്വെൽ പറഞ്ഞ കോൺസെപ്റ്റിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂടിയപ്പോ കർവ് എന്തായി? ബ്രോഡൻഡ് ആയി അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, കർവ് ബ്രോഡായി മാറിയിട്ടുണ്ട്. കർവ് ബ്രോഡായി മാറിയോണ്ട് എന്താ സംഭവിച്ചത്? number of molecules crossing ഇൻക്രീസ് ചെയ്തു അല്ലെ? ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്യുന്ന മോളിക്യൂളിന്റെ എണ്ണം എന്തായി? കൂടി. അപ്പൊ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്ത മോളിക്യൂളിന്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കൂടുതൽ നടന്നു എന്നർത്ഥം. അഥവാ റിയാക്ഷന്റെ റേറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും. പണ്ട് റിയാക്ട് ചെയ്തതിനേക്കാൾ റിയാക്ടൻ മോളിക്യൂളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നുണ്ട്. T ഡിഗ്രിയിൽ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്തതിനേക്കാൾ മോളിക്യൂൾ T+10 ഡിഗ്രിയിൽ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഡിഗ്രിയിൽ റിയാക്ട് ചെയ്ത എണ്ണത്തിനേക്കാൾ കൂടുതൽ T+10 ഡിഗ്രിയിൽ ആര് റിയാക്ട് ചെയ്തിട്ടുണ്ട്? റിയാക്ടൻ മോളിക്യൂൾസ് ചെയ്തിട്ടുണ്ടെന്നാണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു സാധനം എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ NCERT വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവും പറഞ്ഞു, എനർജി പ്രൊഫൈൽ ഒക്കെ പറഞ്ഞു, ആക്ടിവേഷൻ എനർജി, ത്രെഷോൾഡ് എനർജി, EP അവർ തമ്മിലുള്ള ബന്ധം എല്ലാം പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് അറീനിയസ് ഇക്വേഷൻ 1-2 മോഡിഫൈഡ് ഫോമുകളാണ്.